ഇടുക്കിയിലെ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് ഗതാഗതയോഗ്യമായ റോഡുകൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക്ക് യോജന റോഡുകൾ പൂർത്തിയായി വരികയാണ്. കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ 400ഓളം കുടുംബങ്ങൾക്ക് പ്രയോജനകരമാകുന്ന റോഡാണ് പട്ടം കോളനിയിലെ തേർഡ് ക്യാമ്പ് കൂട്ടാർ റോഡ്. റിപ്പോർട്ട് കാണാം. ഗതാഗത സൌകര്യമില്ലാത്ത ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാമീണ സഡക്ക് യോജന. പദ്ധതിയിലൂടെ ഇടുക്കി കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ 400ഓളം കുടുംബങ്ങൾക്ക് പ്രയോജനകരമാകുന്ന തേർഡ് ക്യാമ്പ് കൂട്ടാർ റോഡിന്റെ നിർമ്മാണം തുടങ്ങി. 4.25 കിലോമീറ്റർ റോഡ് പൂർത്തിയാകുന്നതോടെ കൂട്ടാർ, പ്രകാശ് ഗ്രാം, കൊച്ചുപ്ലാമൂട് പ്രദേശങ്ങളിലെ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കപ്പെടും. നെടുങ്കണ്ടം ബ്ലോക്കിന് കീഴിൽ പൂർത്തിയാകുന്ന ജനവാസ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളിലൊന്നായി ഈ റോഡ് മാറും. 4.756 കിലോമീറ്റർ റോഡാണ് പൂർത്തീകരിക്കുന്നത്. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക്ക് യോജന പ്രകാരം നമ്മുടെ കരുണാപുരം ഗ്രാമപഞ്ചായത്തിന് ലഭ്യമായ റോഡാണിത്. കൊച്ചുപ്ലാമൂട് ഈ റോഡ് 17ാം വാർഡിൽ കൊച്ചുപ്ലാമൂടിൽ നിന്ന് ആരംഭിച്ച് പ്രകാശ് ഗ്രാം ചെന്ന് നാലുമുക്ക് കടന്ന് നേരെ കൂട്ടാർ ഷാപ്പുപടിയിലാണ് എത്തുന്നത്. 3.25 കോടി രൂപയാണ് ഗവൺമെൻറ് ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുവദിച്ചത്. എന്തായാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രദേശത്തുള്ള ഏകദേശം 400ഓളം കുടുംബങ്ങൾക്ക് ഈ റോഡ് നവീകരിച്ച് പുതിയ റോഡായി മാറുന്നതോടുകൂടി വലിയ യാത്രാ ക്ലേശത്തിനാണ് വലിയ പരിഹാരമാവുന്നത്. റോഡ് മാർഗം പരസ്പരം ബന്ധിപ്പിക്കാത്ത ഗ്രാമങ്ങളിലേക്ക് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ റോഡ് ഗതാഗതം സ്ഥാപിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ രാജ്യവ്യാപകമായ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന. PMGS വഴിയുള്ള ഈ റോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാറ്, പ്രകാശ് ഗ്രാം, കൊച്ചുപ്ലാമൂട് കൂട്ടാറ്റിലോട്ടുള്ള വാഹന ഗതാഗതം എളുപ്പമാകും. ഇതുവഴി ഇവിടെ താമസിക്കുന്ന 500ഓളം കുടുംബങ്ങൾക്ക് അത് പ്രയോജനപ്പെടും, നല്ല രീതിയിൽ വരുമെന്നാണ് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത്. മലയോര മേഖലയിൽ ഇത്തരം നിരവധി റോഡുകളാണ് പൂർത്തിയാകുന്നത്. പട്ടം കോളനി ഉൾപ്പെട്ട കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ നിരവധി കുടുംബങ്ങൾക്ക് ഈ റോഡ് പ്രയോജനകരമായി മാറും. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.